ഹലോ നമസ്കാരം. ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്രോൺസ് ഡിസീസിനെ കുറിച്ചാണ്. ഒരുപാട് നാളായിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ക്രോൺസ് ഡിസീസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് അതിന്റെ എല്ലാ ഡീറ്റെയിൽസും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. പൂർണ്ണമായിട്ട് കാണാൻ എല്ലാ ആളുകളും തീർച്ചയായിട്ടും ഒരുപാട് ആളുകളിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്. അപ്പോൾ അതിന്റെ എന്താണ് ആയുർവേദ ചികിത്സകള്, അതുപോലെ ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതായത് നമ്മൾ ഒരു ദിവസത്തിൽ പല പ്രാവശ്യങ്ങളായിട്ട് തന്നെ നമുക്ക് വിസർജനം നടത്തേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു. അതായത് മലത്തിന്റെ കൂടെ തന്നെ ചിലപ്പോ ബ്ലഡ് വരുന്ന രീതി, അതുപോലെ കഫം പുറന്തള്ളുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ട്, അതുപോലെ അസഹനീയമായിട്ടുള്ള വയറുവേദന, ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ലക്ഷണങ്ങളായിട്ട് വരുന്നത്. അപ്പോ ഇങ്ങനെയാണ് പേഷ്യന്റ് നമുക്ക് പലപ്പോഴും നമ്മുടെ അടുത്തേക്ക് വരുന്നത്, ഇത്തരം ഇഷ്യൂസുകളായിട്ടായിരിക്കും. അപ്പൊ പലപ്പോഴും ക്രോൺസ് ഡിസീസും അൾസറേറ്റീവ് കൊളൈറ്റീസിന്റെയും ലക്ഷണങ്ങൾ ഏകദേശം ഒരേ പാറ്റേൺ ഓഫ് ലക്ഷണങ്ങൾ തന്നെയായിരിക്കും കാണുന്നത്. പക്ഷെ ഇത് രണ്ടും വ്യത്യസ്തമാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അതുപോലെ ക്രോൺസ് ഡിസീസിന്റെ ഒരു കാരണങ്ങളിലേക്ക് നമുക്ക് ഫസ്റ്റ് പോവാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പാരമ്പര്യമാണ്. അപ്പൊ പാരമ്പര്യമായിട്ട് നമുക്ക് ഈ കുടലിന് പഴുപ്പ്, കുടലിൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ള ഇപ്പൊ പാരന്റ്സിന് നമുക്ക് ഇത്രയും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും അതേപോലത്തെ ഇഷ്യൂസുകളൊക്കെ നമുക്ക് ക്രോൺസ് ഡിസീസ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ടോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. IBS അല്ലെങ്കിൽ അൾസറേറ്റീവ് കൊളൈറ്റീസ് പോലത്തെ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് പരിണിത ഫലമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി വരുന്നത് നമ്മുടെ ഭക്ഷണത്തിന്റെ ചില പാറ്റേണുകളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. അതായത് ഒരുപാട് എരിവ്, അതുപോലെ പുളിരസം, ഉപ്പ്, അതുപോലെ മസാല പ്രയോഗങ്ങള്, ഭയങ്കരമായിട്ട് സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ ധാരാളമായിട്ട് കഴിക്കുന്ന ആൾക്കാർ, അച്ചാറ്, അങ്ങനത്തെ സംഭവങ്ങള്, അതുപോലെ ഭയങ്കര ചായ, കാപ്പിയുടെ ഒക്കെ അമിതമായിട്ടുള്ള ഉപയോഗം, അതുപോലെ തന്നെ കോള, കൂൾ ഡ്രിങ്ക്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുക. അതായത് കുറച്ച് അസിഡിക് നേച്ചർ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കുറെ നാള് അടുപ്പിച്ച് യൂസ് ചെയ്യുന്നതൊക്കെ പലപ്പോഴും നമുക്ക് ഇത്തരം ഇഷ്യൂസുകൾ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ അതില് അസിഡിക് നേച്ചർ ഉള്ളതെന്ന് പറയുമ്പോൾ നമുക്കറിയാം ലെമൺ. പലരും ഞാൻ കണ്ടിട്ടുണ്ട് ചോദിച്ചറിയുന്ന സമയത്ത് അവര് രാവിലെ ലെമൺ ജ്യൂസ് കുടിക്കുന്ന ആൾക്കാരുണ്ട്, ലെമണും തേനും കൂടി ചേർത്ത് കഴിക്കുന്നവരാണ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ കുറച്ച് നാളുകളൊന്നും പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ ലോങ് ടേമില് കുറെ നാളുകൾ അടുപ്പിച്ച് നമ്മൾ ഇതേ ഒരു പ്രക്രിയ തുടരുമ്പോൾ ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ട് വരുന്നതായിട്ട് കാണാറുണ്ട്. ഇപ്പോൾ ചെറുനാരങ്ങ മാത്രമല്ല, മൂസമ്പി, ഓറഞ്ച് അമിതമായിട്ട് ഉപയോഗിക്കുക, ഒന്നോ രണ്ടോ കഴിക്കുന്നതല്ല പറയുന്നത്, അമിതമായിട്ടുള്ള ഉപയോഗം, പൈനാപ്പിള്, ഇതൊക്കെ നമുക്ക് പലപ്പോഴും പ്രശ്നമായിട്ട് വരുന്നതായിട്ട് കാണാറുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ബാക്ടീരിയ. അപ്പോൾ ഈ ബാക്ടീരിയാസ് ഇപ്പോൾ വൻകുടലിൽ നിന്ന് ചെറുകുടലിലേക്ക് പോകുന്ന തരത്തിലുള്ള ബാക്ടീരിയാസ് ആണ് H. പൈലോറി ബാക്ടീരിയ എന്നൊക്കെ പറയുന്നത്. ഇതിന്റെയൊക്കെ ഒരു അമിതമായിട്ടുള്ള പ്രവാഹം വരിക, അല്ലെങ്കിൽ അത് അമിതമായിട്ട് കടന്നു വരവ് ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ടും നമുക്ക് ഇത്തരം ഇഷ്യൂസുകൾ വരാം. അതായത് കൃമികളുടെ അമിതമായിട്ടുള്ള കൃമികളുടെ സാന്നിധ്യം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സമയം തെറ്റി ഭക്ഷണം കഴിക്കുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, അതുപോലെ തന്നെ നമ്മളുടെ ഭക്ഷണം പോലെ തന്നെ ഉറക്കം തെറ്റിയിട്ട്, അതായത് നല്ല രീതിയിൽ മാനസിക സമ്മർദ്ദം കൂടാതെ തന്നെ ഉറക്കത്തിനെ ബാധിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ സ്ട്രെസ്, ടെൻഷൻ, ഇതെല്ലാത്തിനും ഉപരി ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതായിട്ട് പലപ്പോഴും കാണാറുണ്ട്. ഇതൊക്കെയാണ് മെയിൻ കാരണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ചികിത്സകൾ എന്ന് പറയുന്നത് ഇതിന്റെ കാരണത്തിനനുസരിച്ചിട്ടുള്ള ചികിത്സകൾ തന്നെയാണ് നമ്മൾ കൊടുക്കുക. അപ്പൊ ഒരു കൃമികളുടെ സാന്നിധ്യം അല്ലെങ്കിൽ ബാക്ടീരിയാസിന്റെ ഒക്കെ ഒരു അമിത പ്രവാഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കൃമിഹരമായിട്ടുള്ള ചികിത്സകളാണ് നമ്മൾക്ക് ഇവിടെ ക്രോൺസ് ഡിസീസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു ഉപയോഗം കൊണ്ട്, അതായത് എരിവ്, പുളി, ഉപ്പ്, ഇതിന്റെയൊക്കെ ഒരു അമിതമായിട്ടുള്ള ഉപയോഗം, അതുപോലെ ചായ, കോഫി, ചെറുനാരങ്ങ, അതുപോലെ തന്നെ ഓറഞ്ച്, മൂസമ്പി, മുന്തിരി, ഇതിനൊക്കെ ഒരു അസിഡിക് നേച്ചർ ഉണ്ട്, പൈനാപ്പിൾ, ഇതിന്റെയൊക്കെ ഒരു അമിതമായിട്ടുള്ള ഉപയോഗം കൊണ്ടൊക്കെ നമുക്ക് പലപ്പോഴും ഇത്ര ഇഷ്യൂസ് വരാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഇതിന് പകരമായിട്ട് ഈ പുളിയൊക്കെ ഉള്ളത് കുറച്ച്, പ്രത്യേകിച്ച് മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഭയങ്കര കുടംപുളിയൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ടേസ്റ്റില് എരിവും നന്നായി കൊടുത്തൊക്കെയാണ് വെക്കുന്നത്. അങ്ങനെ വെക്കാതെ കുറച്ച് എരിവ് നല്ല രീതിയിൽ കുറയ്ക്കുക, പുളിയുടെ ഉപയോഗം കുറയ്ക്കുക. ഇപ്പൊ സാധാരണ നമുക്ക് തേങ്ങ അരച്ചിട്ടുള്ള മീൻകറി, ആ രീതിയിലൊക്കെ നമുക്ക് പ്രിപ്പറേഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ ആ രീതിയിലൊക്കെ മീൻകറി വെക്കുന്നത് നമുക്ക് ഗുണം ചെയ്യും. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ മീൻകറി മാത്രമല്ല, ഇപ്പൊ നമ്മൾ ചില കേസസിൽ പാലും പാലുൽപ്പന്നങ്ങളും നമ്മൾ ഉപയോഗിക്കാനായിട്ട് പറയും. പക്ഷെ ചില കേസസിൽ പാലും അതുപോലെ തന്നെ തൈര്, ചീസ്, ബട്ടർ, നെയ്യ്, ഇത് തീരെ ഉപയോഗിക്കാൻ പാടില്ലാത്ത കണ്ടീഷൻസ് ഉണ്ട്. അവരവരുടെ അവസ്ഥ അനുസരിച്ച് ചിലവർക്ക് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും വരാറില്ല. പക്ഷെ ആയുർവേദം പറയുന്നത് അത് ഉപയോഗിക്കാനാണ്. പക്ഷെ ചില ആളുകളിൽ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത്, കാരണം ചിലവർക്ക് ഇത് ബുദ്ധിമുട്ട്, അലർജി പ്രശ്നങ്ങൾ
പ്രശ്നങ്ങൾ, ഫുഡ് അലർജി പോലത്തെ ഇഷ്യൂസുകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അത് കഴിക്കുമ്പോൾ അപ്പൊ അത് ശ്രദ്ധിച്ച് നമ്മൾ അവരുടെ പേഷ്യൻസിന്റെ ആ ഒരു ശരീരപ്രകൃതി, അവരുടെ ദോഷപ്രകൃതി, അവസ്ഥ, അവരുടെ കാരണം, അതുപോലെ തന്നെ അവരുടെ മറ്റ് അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവിടെ നമ്മൾ പാലും പാലുൽപ്പന്നങ്ങളും ഒക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും പഥ്യങ്ങൾ അത് നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് നിർദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക. മാനസിക സമ്മർദ്ദം പാടില്ല. ക്രോൺസ് ഡിസീസ്, ഇറിറ്റബിൾ ബൗവൽ ഡിസീസ്, അതുപോലെ അൾസറേറ്റീവ് കൊളൈറ്റിസ്, ഇത്തരം ഇഷ്യൂസുകൾ ഉള്ളവർക്ക് ടെൻഷൻ പാടില്ല. സ്ട്രെസ് ഉണ്ടെങ്കിൽ പരമാവധി കുറയ്ക്കുക. ഇനി കുറയുന്നില്ലെങ്കിൽ കൃത്യമായ ഔഷധങ്ങൾ എടുക്കാം. കൃത്യസമയത്ത് ഉറക്കം കൊടുക്കുക. അതുപോലെ തന്നെ ഉറക്കം കൃത്യമല്ലെങ്കിൽ അതിനുള്ള ഔഷധങ്ങൾ എടുക്കുക. സ്ട്രെസ് പരമാവധി, മാനസിക സമ്മർദ്ദം കുറയ്ക്കുക. മനസ്സിലായ? പിന്നെ അത് കൃത്യമാക്കാനായിട്ട് നമ്മുടെ നല്ല രീതിയിൽ യോഗ, പ്രാണയാമാസ് ഇതൊക്കെ ചെയ്യുന്നത്, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ധ്യാനിക്കുമ്പോൾ ഒരുപാട് നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനൊക്കെ സാധിക്കും. ഓക്കെ. പിന്നെ ഇതിനെല്ലാം ഉപരി നമ്മൾ നല്ല രീതിയിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കാനായിട്ട് ശ്രമിക്കാം. അതായത് അരിഷ്ടം, നമുക്ക് ആ ഔഷധങ്ങളിൽ ചിലപ്പോൾ അരിഷ്ടം ഉപയോഗിക്കാൻ പാടില്ലാത്ത കണ്ടീഷൻ ഉണ്ട്. അതുപോലെ മുക്കുറ്റി തിളപ്പിച്ചിട്ടുള്ള വെള്ളം, മുക്കുറ്റി ഇലയൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അങ്ങനെ പല രീതിയിലുള്ള ഔഷധ പ്രയോഗങ്ങളുണ്ട്. ഇതൊക്കെ ചെറിയൊരു ഹോം റെമഡി മാത്രമാണ്. പക്ഷെ ഇതിനെല്ലാം ഉപരി നമുക്ക് ഔഷധങ്ങളുണ്ട്, ആയുർവേദ ഔഷധങ്ങളുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ അവരവരുടെ പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങൾ നമുക്ക് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് ഈ ഒരു അവസ്ഥ നമുക്ക് കുറെയൊക്കെ നല്ല രീതിയിൽ മാറ്റും. തുടക്കമാണെങ്കിൽ പൂർണ്ണമായി മാറ്റാൻ സാധിക്കും. സിവിയാരിറ്റി ഉണ്ടെങ്കിൽ അത് നമുക്ക് നല്ല കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിന് പഥ്യങ്ങളും അതുപോലെ ഔഷധങ്ങളും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഒക്കെ അനിവാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ചികിത്സാ ആവശ്യങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ക്ലിനിക്ക് നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. ബൈ.